മനസ്സിലായില്ല. ഇത് കുറെ മനുഷ്യന്മാരാ. അത് മനസ്സിലായി. എന്തിനാ ഇങ്ങോട്ട് വന്നതെന്നാ മനസ്സിലാത്തെ? ഒരു വൈദ്യരെ കാണാൻ ആളുകൾ വരുന്നത് എന്തിനാന്നറിയോ? അതും മനസ്സിലായി. നമുക്ക് പിന്നെ എന്താണാവോ മനസ്സിലാവാത്തെ? ഇന്ന് ചൊവ്വാഴ്ച. ആരെങ്കിലും പറഞ്ഞു ഇന്ന് ബുധനാഴ്ചയാണെന്ന്? ടാക്സിയും പിടിച്ചു വന്നത് മനുഷ്യന്റെ മേക്കിട്ട് അറിയണോ? എന്താ എന്നെ പറ്റി ധരിച്ചിരിക്കണേ? വാച്ച്മാനായിരിക്കും അല്ലേ? വാച്ച്മാനോ? ശിവ ശിവ, മാനവനെന്ന് കേട്ടിട്ടില്ല. അല്ല, ഇതാരൊക്കെയാ വന്നിരിക്കണേ? എന്താ ഇവിടെ നിന്ന് കളഞ്ഞത്? അപ്പോഴേ കുമാര, ഇതിനൊന്ന് പിടിച്ച് കെട്ടണം. ഇപ്പൊ ആളുകളെ കണ്ടപ്പോ കുറയ്ക്കാൻ തുടങ്ങി, നാളെ കടിക്കും. കോരയ്ക്കുന്ന പട്ടി കടിക്കില്ല. അയ്യോ തിരുമേനി, ഇവര് ദേവേട്ടന്റെ വീട്ടിൽ നിന്നാണോ? എങ്കിൽ എന്താ ഇത് ആദ്യമേ പറയാതിരുന്നേ? അടുത്ത തവണ വരുമ്പോ ആദ്യം പറയാം. ഏതാ ഈ കുറുന്തോട്ടി? ദുശകുനം. പേടിപ്പിക്കുന്നോ? ദേവേട്ട, വേണ്ട, ഇരുന്നോളൂ. എന്റെ അപ്പു കരയണ്ടമ്മേ, ഒക്കെ ഭേദമുണ്ട്. നീ പോന്നതിന് ശേഷം ഒന്നും ഉറക്കമില്ല ഇവൾക്ക്. സദാസമയം കരച്ചിലും പ്രാർത്ഥനയാ. അമ്മയ്ക്ക് സുഖാണോ? ഇനിയെങ്കിലും തീ പാളുന്ന സ്വഭാവം ഒന്ന് അടക്കി വെക്ക്. നീ അനുഭവിച്ചില്ല നീ എല്ലാം. കുടിയും കൂട്ടുകെട്ടും ഒക്കെ 4 നാഴിക നേരത്തേക്കുള്ള ഒരു വിഭ്രാന്തിയാണെന്ന് മനസ്സിലായില്ലേ? ഏത് ദേവേന്ദ്രൻ വീഴാനും ഒരുപാട് സമയമൊന്നും വേണ്ട, ഈശ്വരൻ വിചാരിച്ചാൽ. ഇവിടെ നിങ്ങൾ എന്റെ കുട്ടിക്ക് ഇല്ല, ഈ ദീനപ്പാഴടുത്ത് നീ ഒന്നും മിണ്ടണില്ല. അച്ഛന്മാരെ എവിടെ ഉണ്ടാ പുൽപ്പള്ളി? കർമ്മഫലം കൊടുക്കാൻ നീ ആര്? സർവേശ്വരനോ? പ്രാർത്ഥിച്ചോണ്ട് പറയാ, മറന്നു കളയാ കലിജമ്മത്തെ. കാണേണ്ടതൊന്നും നീ കണ്ടില്ല, കേൾക്കേണ്ടതൊന്നും കേട്ടില്ല. നീ തായമ്പോ കൊട്ടി പൂരപ്പറമ്പിൽ നിന്ന് തലയ്ക്ക് വെളിവില്ലാതെ തൊട്ടപ്പുറത്തെ ചുറ്റമ്പലത്തിനുള്ളിലെ ദൈവത്തെ തൊഴാൻ മറന്നു. അവിടെയാ പഠിച്ചേ. കുറ്റപ്പെടുത്തുകയല്ല ഞാൻ. ഗുരുവായൂരപ്പനാ അറ്റുപോയ നിന്റെ ആയുസ് തുന്നിക്കെട്ടി തന്നത്. അത് മറക്കരുത് നീ. കിട്ടുന്ന സമയത്തൊക്കെ ഹരേ ഹരേ എന്ന് ജപിക്കുക. വരാ, ആ കണ്ണിലൊഴിക്കണം മരുന്നിനെടുത്തോ. ആരും എന്റെ കുട്ടിയെ വിഷമിപ്പിക്കരുത്. ഒഴിച്ചേട്ടെ. വേണ്ട, തിരുമേനെ ഒന്ന് കാണണം. എന്നിട്ട് അധികം വയ്യാതെ ഞങ്ങളങ്ങ് ഇറങ്ങും. ആകരുതേ, വരിക. ഒരു കാര്യം ചോദിച്ചാൽ ദേഷ്യം വരൂ? 2 ദിവസം ഞാനിവിടെ നിന്നോട്ടെ. എന്തിന്? ഈ കാൽക്കലിരുന്ന് നാരായണ നാമം ചൊല്ലാന്. വേണ്ട, അതിന് അമ്പലമുണ്ട്, പോയിക്കോളൂ. കഷായം ഇരുമേനി വരുന്നുണ്ട്. ഇരുന്നോളൂ, ഇരുന്നോളൂ. എങ്ങനെയുണ്ട് വേദന? ഇത്തിരി കുറവുണ്ട്. വിശാഖ നക്ഷത്രന്നല്ലേ പറഞ്ഞത്? അതെ. തുലാക്കൂറാവണം. ദശ വളരെ മോശ. രാജകൊട്ടാരത്തിൽ ജനിച്ച് കാരാഗ്രഹത്തിൽ ജീവിക്കുക. ചുറ്റും ബന്ധുജനങ്ങളുണ്ടായിട്ടും അനാഥനായിരുന്നു നിലവിളിക്കുക. ആകപ്പാട് ഒരു അപകട ജാതക ദേവന്റേത്. ഭയപ്പെടണ്ട, ഈശ്വര വിചാരം എല്ലാറ്റിനും ഒരു പരിഹാര. ഒട്ടും ഭയമില്ല. ചിരോരേഖയ്ക്ക് മുന്നിൽ നടക്കാമെന്ന മിഥ്യാധാരണയുമില്ല. മറ്റൊരു നിർഭാഗ്യ ജാതകം. ദേവന് ഇവിടെ കിടന്ന് ശ്വാസം മുട്ടുന്നുണ്ടോ? ഉണ്ടാവും. ചിട്ടയിലും അച്ചടക്കെട്ടിലും ഒക്കെ ജീവിച്ച് പരിചയമില്ലാത്ത ആളല്ലേ. ഇങ്ങനെ കെട്ടിപ്പൂട്ടിയിരിക്കണമെന്നൊന്നുമില്ല. വല്ലപ്പോഴും ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങാം. നിനക്കും ആവാം ഇത്രയും സ്വാതന്ത്ര്യം. വല്ലതും ഒക്കെ പറയാൻ ഒരാളായില്ലോ. ജനിച്ച് കാരാഗ്രഹത്തിൽ ജീവിക്കുക
ചുറ്റും ബന്ധുജനങ്ങൾ ഉണ്ടായിട്ടും അനാഥനായി നിന്ന് നിലവിളിക്കുക ഒക്കെ കേട്ടപ്പോ മുത്തശ്ശൻ എന്റെ ജാതവും വായിക്കുകയാണോ എന്ന് തോന്നിപ്പോയി. ആദ്യം ഒരു അപസ്മാരത്തിലെ ലക്ഷണമായിട്ടാ തോന്നിയത്. പിന്നെ വല്ലാത്തൊരു ഉന്മാദ അവസ്ഥയായിരുന്നു അത്. ആ സമയത്ത് ബോധം ഉണ്ടാവും ചോദിച്ചാ അതെനിക്ക് നിശ്ചയില്ല. കാണുന്നതിലൊക്കെ കണ്ണീര് പറ്റിപ്പിടിച്ചതായി തോന്നാ. മുഖമില്ലാത്തൊരു സത്വവും അലർച്ചയോടെ പിന്തുടരുന്നതായി തോന്നാ. അപ്പോഴുണ്ടാവണ ഒരു വിഭ്രാന്തി പറ്റി പറഞ്ഞ ദേവേട്ടിന് ക്ഷമിക്കണം, അങ്ങനെ വിളിക്കാവോന്നറിയില്ല. പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു നിമിഷത്തില് ഈശ്വര എന്നെ അങ്ങ് തിരിച്ചു വിളിക്കണേ എന്ന്. അരുത്. ഇത്തരം നിമിഷങ്ങളിൽ തളർന്നു പോയാൽ പിന്നെ ഒരിക്കലും പിടിച്ചു നിൽക്കാൻ പറ്റിയെന്ന് വരില്ല. ഈ മഹാപ്രപഞ്ചത്തിലെ ഒരു മൺതരയിൽ പോലും അദൃശ്യമായ ഒരു ഈശ്വര സാന്നിധ്യം. ആ വിശ്വാസത്തെ മുറുകെ പിടിക്കുക. മനസ്സ് ഭസ്മം തൊട്ട് തുടച്ചു മെനിക്ക് വയ്ക്കുക. ഒരു കലാകാരിയായി തീരുക എന്ന് വെച്ചാൽ എത്രയോ ജന്മാന്തരങ്ങളിലെ തപോഫലമാണ്. അറിയോ സീതാലക്ഷ്മിക്ക്? എന്നെ ഒരു വക്കീലാക്കാനാണ് അച്ഛൻ ആഗ്രഹിച്ചത്. ചെറുപ്പം നാൾ മുതലേ പൂരപ്പറമ്പിലും ചെണ്ടപ്പുറത്ത് കോല് വീഴുന്ന ദിക്കിലുമൊക്കെ ചുറ്റിക്കറങ്ങി നടക്കാനായിരുന്നു എനിക്ക് കൗതുകം. നിയമഗ്രന്ഥങ്ങളുടെ താളിയോലകൾ അരിച്ചു നടന്ന ഒരു പുഴുവായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഏതെങ്കിലും മജിസ്ട്രേറ്റ് കോടതിയിൽ തൂങ്ങിക്കൂടിയിരുന്നില്ലേ. അഹങ്കാരം പറയല്ല. അസ്ഥി ഒഴുക്കാൻ പാപനാശിനിയിലേക്ക് പോകുന്നവരുടെ കൂടെ അകമ്പടി സേവിച്ചു കൂട്ടുന്ന അതേ ചെണ്ട കൊണ്ട് സാൻ ഫ്രാൻസിസ്കോയിലും ജർമ്മനിയിലും പാരീസിലും ഒക്കെ ഇന്ദ്രജാലം കാണിച്ചു ഞാൻ. നായിപ്പ് ബോധമറ്റു നിന്നു. പൊന്നാടയും പാരിതോഷികങ്ങളും കാൽക്കൽ വെച്ച് നമസ്കരിച്ചു. അല കടലാണ്. ഒന്നുകിൽ അതിനെ പേടിച്ച് മാറി നിൽക്കുക, അല്ലെങ്കിൽ അതിൽ വീണ് മുങ്ങി മരിക്കുക. ഇത്രയും കാലം നീ പഠിച്ചു എന്ന് അവകാശപ്പെടുന്ന നൃത്യങ്ങളെല്ലാം താളവാദ്യങ്ങളുടെ കാലപ്രമാണത്തിനൊപ്പിച്ച് അവതരിപ്പിക്കാൻ കഴിയുമോ നിനക്ക്? നിന്റെ എല്ലാ അജീർണങ്ങളും മാറി നീ ഒരു മനുഷ്യ സ്ത്രീയാണ്. കാമുകിയാകും, ഭാര്യയാകും, അമ്മയാകും. പുളി ചൂടുവെള്ളത്തിൽ മടി, പറ്റും തെറ്റിക്കണ്ട. ശരി. ഹായ് വല്യമാമ. വരണൂന്ന് ബ്രഹ്മദത്തം പറയണ്ടായി. എന്താ വയ്യേ? നേരത്തെ പുറപ്പെട്ടു. ഷൊർണൂരും ട്രിവാൻഡ്രത്തൊക്കെ ഒന്ന് കറങ്ങാനുണ്ടായിരുന്നു. ബോംബെയിൽ ജീവിക്കണം നിനക്കെന്താടോ ഹരി ഷൊർണൂർ കാര്യം? ഒന്നും പറയണ്ട എന്റെ വല്യമാമേ. ഓൾ ഇന്ത്യ കൾച്ചറൽ സൊസൈറ്റിയുടെ കേരളത്തിലെ ചാർജ് എനിക്കല്ലേ. ആ, നിന്റെ കൾച്ചറൽ പ്രോഗ്രാമിന് പറ്റിയ ഒരാളെ ഞാൻ പരിചയപ്പെട്ടിട്ട് തരാം. കേട്ടിട്ടുണ്ടാവും, പല്ലാവൂർ ദേവനാരായണൻ. മൈ ഗുഡ്നസ്, അന്വേഷിച്ച് നടക്കായിരുന്നു ഞാൻ ആ ജീനിയസിനെ. എവിടെയുണ്ടായാൽ? ഒരു കായകൽപ്പത്തിന് വന്നിരിക്കുക. കുറച്ച് ദിവസം ഉണ്ടാവും. നീ ഇപ്പൊ വിശ്രമിക്ക, ഞാൻ പരിചയപ്പെട്ടാം. ശരി. ഹായ് ഓപ്പോളെ, സുഖാണോ? അല്ല ഹരി, നീ എപ്പോന്നു? ഞാൻ ഇപ്പൊ എത്തിയുള്ളൂ ഓപ്പോളെ. സുഖല്ലേ? ആ, ഹായ് സീത, നീ ആളൊന്ന് സ്മാർട്ട് ആയിട്ടുണ്ടല്ലോ. എങ്ങനെയുണ്ട് നിന്റെ ഭരതനാട്യം മോഹിനിയാട്ടം ഒക്കെ? ഒരു ഗുരുവിനെ വീണ് കിട്ടിയിട്ടുണ്ട്. ആഹാ. പല്ലാവൂരിനെ. ആ, ചില പുതിയ കമ്പോസിംഗ് പ്രാക്ടീസും ഒക്കെ ആയി ഇത്തിരി സജീവ. വെരി ഗുഡ്. എന്നെ പരിചയപ്പെടുത്തി തരാന്ന് പറഞ്ഞിട്ടുണ്ട് വല്യമാമ. ഓപ്പോളെ, ഞാൻ നല്ലിനെ കണ്ടിട്ട് വരാം. ശരി. സീത, ആ. നിന്റെ ആങ്ങളെയും വിശ്വസിച്ച് ഇറങ്ങി തിരിച്ചാ വല്യമ്മാവിന്റെ മുമ്പിൽ ഞാൻ വെട്ടിയാവുന്ന എന്റെ പേടി. ഇത്രയ്ക്ക് ധൈര്യമില്ല അച്ഛാ. ഏട്ടൻ എന്തിനാ വലിയൊരു പ്രോജക്റ്റായി മൂവ് ചെയ്യുന്നേ? മിണ്ടരുത്. ആടലോടവും അഷ്ടചൂർണവും ഒക്കെ അരച്ച് കലക്കി ഞാൻ ഇവിടെ തന്നെ കഴിഞ്ഞുകൂടുന്ന നിന്റെ ആഗ്രഹം. ഇതെന്റെ ഡ്രീം പ്രോജക്റ്റാണ്. നോക്കിക്കോ നീ, ഞാനിത് വലിയൊരു എസ്റ്റാബ്ലിഷ്മെന്റ് ആക്കും. ഈ ഹരി എവിടെ പോയി കിടക്കുക? പല്ലാവൂരിന്റെ അടുത്തായിരിക്കും. ഒരു വട്ടിന് മറ്റൊരു വട്ട് കൂട്ട്. ഇതാ ഞാൻ പറഞ്ഞേ, അവന്റെ കാര്യം എത്രയേ ഉള്ളൂ. ഒരു ചെണ്ടോ തൊടിയോ കണ്ട അവിടെ വീണ് കിടക്കും. സമ്മതിച്ചിരിക്കുന്ന അളിയ ഒരു അസാധ്യ ജന്മം തന്നെ. പുള്ളിയെ ഞാൻ യൂട്ടിലൈസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക. ഇത്തവണത്തെ വരവെന്തായാലും വേസ്റ്റ് ആയില്ല. ഹരി, നീ ഇവിടെ എന്തിനാ വന്നതെന്ന് മറന്നുവോ? ദാ ഒരാൾ ഇവിടെ കിടന്ന് കയറ് പൊട്ടിക്കുക. ആ കാര്യം ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ല അളിയ. പറഞ്ഞ് പ്രലോഭിപ്പിച്ച കാര്യങ്ങളൊക്കെ അവതാളത്തിലാക്കിയിട്ട് നീ അങ്ങ് മുങ്ങരുത്. പിന്നെ അളിയനാണ് നോക്കല്ലേ ഞാൻ. അളിയ, ബോംബെയിൽ എത്തിയാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ എല്ലാവരെയും കോൺടാക്ട് ചെയ്ത് അളിയനെ വിവരം അറിയിച്ചോളാം. ആദ്യം ഒരു ഗ്ലാസ് ബിയർ, ദെൻ ബിസിനസ്.
ഒന്നുകൂടെ ഒന്ന് ഒഴിഞ്ഞു നേരാക്കാനുണ്ട്. നന്ദിയുണ്ട്. ഹായ്, എല്ലാ നന്ദിയും മേഴത്തൂർ ഭഗവതിക്ക്. നീർക്കെട്ട് വീഴാതിരിക്കാൻ ഒന്ന് കെട്ടണം. വരിക. മോനേട്ടാ, മാഷേ, ഈ ശുഭമുഹൂർത്തത്തിൽ തന്നെ വന്നെത്തിയല്ലോ. ഭാഗ്യം. ആദ്യം അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ദേവ. സങ്കടം വരുമ്പോ ഒന്നിച്ച്, സന്തോഷം വരുമ്പോ അതും ഒന്നിച്ച്. ഇപ്പൊ ഒരു വിശേഷപ്പെട്ട വാർത്ത അറിയിക്കാനാ ഞങ്ങൾ വന്നത്. സംഗീത നാടക അക്കാദമിയുടെ ഫെലോഷിപ്പ് ഉണ്ട് ദേവന്. തൃശ്ശൂരിൽ നിന്ന് രാമവർമ്മത്തമ്മ വിളിച്ചു പറഞ്ഞതാ. നാളത്തെ പത്രത്തിൽ കാണാം. ഹാവൂ, മേഴത്തൂർ ഭഗവതിക്ക് പല്ലാവൂരപ്പനോട് പ്രണയം തോന്നി തുടങ്ങിയിരിക്കുന്നു.